നമസ്കാരം. സിനിമാ സഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഇത് വെറും കലണ്ടറല്ല, ആനക്കലണ്ടർ. മലയാള മനോരമ, മാതൃഭൂമി കലണ്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതാ ഒരു ആനക്കലണ്ടർ. 2025 12 മാസങ്ങളെയും തിടമ്പിലേറ്റുന്നത് കേരളത്തിലെ പേരുകേട്ട 12 ഗജവീരന്മാർ. കലണ്ടർ അവതരിപ്പിക്കുന്നതോ മലയാളത്തിലെ നമ്പർ 1 ആനച്ചാനലിന്റെ അവതാരകൻ ശ്രീകുമാർ അരുക്കുറ്റി. പത്രപ്രവർത്തനത്തിൽ തുടങ്ങി സിനിമയിൽ കഥയും തിരക്കഥയും എഴുതി. അതിനോടൊപ്പം തന്നെ മലയാളത്തിലെ ജനപ്രിയ യൂട്യൂബ് ചാനലായ ശ്രീ ഫോർ എലിഫന്റിന്റെ അമരക്കാരനുമാണ് ശ്രീകുമാർ അരുക്കുറ്റി. നമസ്കാരം, ഞാൻ ശ്രീകുമാർ അരുക്കുറ്റി എന്ന പേരിലാണ് എഴുതുന്നതും ദൃശ്യമാധ്യമ ചലച്ചിത്ര രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നതും. ആദ്യം സിനിമാ രംഗത്താണ് തുടക്കം ആയിരുന്നത്. പത്രപ്രവർത്തന ചലച്ചിത്ര മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചു വന്നു. പിന്നീട് വളരെ യാദൃശ്ചികമായി ആനകളുടെ ലോകത്തേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് ഞാൻ. ഇത് ഞങ്ങൾ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ബാനറിൽ ആദ്യമായിട്ട് ഒരു ആന കലണ്ടർ ഇറക്കുകയാണ്. 2004 കൈരളി ചാനലിൽ E4 എലിഫൻ്റ് എന്ന് പറയുന്ന പരമ്പര തുടങ്ങുന്നത്. ഏതാണ്ട് തുടർച്ചയായിട്ട് 7 വർഷം. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു പരമ്പര ആദ്യമായിട്ടായിരിക്കും. ലോകത്തെ മനുഷ്യരല്ലാത്ത ഏതെങ്കിലും ഒരു ജീവിയെക്കുറിച്ച് അവരെക്കുറിച്ച് മാത്രം 7 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പരമ്പര. ഡിസ്കവറി ചാനലിൽ, നാഷണൽ ജോഗ്രാഫിക്കിലൊക്കെ വേറെ ആനകളെക്കുറിച്ചുണ്ട്. പക്ഷേ നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞിരുന്നത് ഓരോ ആനയ്ക്കും ഒരു ഐഡൻറ്റിറ്റി, ആന തന്നെ കേന്ദ്ര കഥാപാത്രം, അതിനെക്കുറിച്ച് അങ്ങനെ ഒരു പരമ്പര ആദ്യമായിട്ടായിരുന്നു. അതിനുശേഷം 7 വർഷത്തിന് ശേഷം 2004 തുടങ്ങിയ ആ പരമ്പര പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൈരളി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിന് ചില നിയമപ്രശ്നങ്ങൾ. ഓരോ അധ്യായത്തിനും അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പെർമിഷൻ എടുക്കണം. ബിഫോർ സ്ക്രിപ്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്യണം എന്ന് പറയുന്ന നിയമപരമായ സാങ്കേതികമായ നൂലാമാലകൾ വന്നതുകൊണ്ട് അത് തൽക്കാലം ഉപേക്ഷിച്ച് പിന്നീട് നമ്മൾ യൂട്യൂബിൽ, സോഷ്യൽ മീഡിയയിൽ കോവിഡ് കാലത്ത് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 2,70,000 പേർ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സുണ്ട്. 1,00,000-ൽ മുകളിൽ ആളുകൾ ഫേസ്ബുക്കിലുമുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളൊരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, ഇങ്ങനൊരു ചാനൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇത്രയും വർഷമായിട്ട് ആനകൾക്കൊപ്പം ആനലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നമുക്ക് ഇതിൻ്റെ ഒരു നിലവാരം താഴ്ത്തിക്കളയാൻ പറ്റില്ല. പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നെഗറ്റീവിനോടും കോൺട്രവേഴ്സിയോടൊക്കെ ആയിരിക്കും ആളുകളുടെ താല്പര്യം. പക്ഷേ ആനലോകത്ത് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കാനോ ആനലോകത്തെയോ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൽ തന്നെ അങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വ്യൂസ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താനൊന്നും നമുക്കൊരിക്കലും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ചാനൽ, അലിയാർ സാറിനെ പോലൊരാളുടെ വോയിസ്, തുടക്കത്തിൽ നമ്മുടെ അവതാരകനായിരുന്നത് മാടമ്പുകുച്ചിക്കുട്ടൻ സാറാണ്. അതുപോലെ തന്നെ എഡിറ്റിംഗ്, എല്ലാത്തിലും വലിയ നല്ല നിലവാരം പുലർത്തിക്കൊണ്ടൊരു, ഈ കാലത്തേക്കല്ല, ഇത് എല്ലാ കാലത്തേക്കുമായി ഒരു ഡോക്യുമെൻ്റ്, ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ അത് വ്യൂസ് കൂടുതലുണ്ട്, കുറഞ്ഞതുമുണ്ടാകും. പക്ഷേ ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ എല്ലാ കാലവും ഒരു അഷ്വറൻസ് അല്ലെങ്കിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നിലവാരം നമ്മൾ താഴ്ത്തിക്കളയുന്നില്ല. വ്യൂസിൻ്റെ എണ്ണത്തിന് വേണ്ടി നിലവാരത്തിൽ വെള്ളം ചേർക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ തയ്യാറില്ല എന്നൊരു അപ്രോച്ചാണ് എല്ലാ കാലത്തും തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ നിലനിർത്തിക്കൊണ്ടുപോവുക, നടത്തിക്കൊണ്ടുപോവുക എന്നതൊരു വലിയ പ്രതിസന്ധി തന്നെയായി മാറാറുണ്ട് പലപ്പോഴും. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ടീം മെമ്പേഴ്സാണ് പറഞ്ഞത്, നമുക്ക് ഒരുപാട് പേർ ആന കലണ്ടറുകൾ ഇറക്കുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ടൊരു ആന കലണ്ടർ കൂടാ എന്നൊരു നിർദ്ദേശം വരുന്നത് എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, നമുക്ക് നിസ്സംശയം പറയാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നാട്ടാനകളിലെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയെന്നോ ആനകളിലെ സൂപ്പർ സ്റ്റാർ എന്നോ പറയാൻ കഴിയുന്ന ഒരു ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉയരക്കേമൻ ആരെന്ന് ചോദിച്ചാൽ അതിന് പറയാൻ കഴിയാവുന്ന, രാമേന്ദ്രനൊപ്പമോ അല്ലെങ്കിൽ അതിന് തത്തുല്യമോ എന്നൊക്കെ പറയാൻ കഴിയാവുന്ന അളവിൽ ഏറ്റവും മികച്ചവനായിട്ടുള്ള ചിറക്കൽ കാളിദാസൻ, തെക്കിൻ്റെ തേവരെന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജു, അതുപോലെ തിരുവമ്പാടി തട്ടകത്തിൻ്റെ, തൃശ്ശൂർ പൂരത്തിൻ്റെ തിടമ്പേറ്റുന്ന ചെറിയ ചന്ദ്രശേഖരൻ, ലക്ഷണോത്തമനായ ഈരാറ്റുപേട്ട അയ്യപ്പൻ, അങ്ങനെ ഏറ്റവും വ്യത്യസ്തത തൃക്കടവൂർ ശിവരാജു, അങ്ങനെ കേരളത്തിലെ ആനപ്രേമികൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന 12 ആനകൾ.
ആ ആനകളുടെ അതിലേറ്റവും പുതിയ തലമുറയിലെ നമ്മുടെ ആനവണ്ടിയുടെയൊക്കെ അമരക്കാരൻ എന്ന് പറയാവുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഗണേഷ് കുമാറിൻ്റെ കീഴൂട്ട് വിശ്വനാഥൻ ഉൾപ്പെടെ 12 ആനകളുടെ കലണ്ടറാണ്. ഇത് ഏറെ നിങ്ങൾക്കറിയാൻ പറ്റും, ലോകം മുഴുവൻ കണ്ടൊരു ആനയാണ് പല്ലാട്ട് ബ്രഹ്മദത്തൻ. ഇവൻ്റെ ആനക്കാരൻ മരിച്ചപ്പോൾ ഈ ആനക്കാരനെ കാണാൻ ചെല്ലുന്നതും അതെല്ലാം ലോകത്തിലെ വിവിധ ഭാഷകളിലുള്ള ചാനലുകളിലൂടെ ലോകം മുഴുവൻ കണ്ട കാര്യമാണ്. അങ്ങനെ എന്തുകൊണ്ടും വൈവിധ്യമാർന്ന ആനകൾ. ചെറിയ ചന്ദ്രശേഖരൻ, തിരുവമ്പാടി തട്ടകത്തിൻ്റെ പൂരത്തിടം പേറ്റുന്ന ചെറിയ ചന്ദ്രശേഖരൻ ആനയുടെ ലക്ഷണങ്ങളിൽ നെറ്റിപ്പട്ടവും ആടയാഭരണങ്ങളും ഒന്നുമില്ലാതെ നിന്നാൽ കേരളത്തിലെ അല്ലെന്നല്ല ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരനായ ആന അതാണ് പാമ്പാടി രാജൻ. പാമ്പാടി രാജൻ അതൊക്കെ അങ്ങനെ ഏറ്റവും ആനപ്രേമികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു ആനയാണ് മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ. ഏറ്റവും തലപ്പൊക്കമെന്നോ ഏറ്റവും അതിൻ്റെ ആകാരഭംഗിയെന്നോ അല്ല, ഒരു കാലത്ത് തടിപ്പണിയുടെ തടിക്കൂപ്പുകളിൽ പണിയെടുത്ത് കൊമ്പ് തേഞ്ഞ് കൊമ്പ് അടർന്നു പോയൊരാന. പക്ഷേ അതിന് ഭാഗ്യവശാൽ നല്ലൊരു ഉടമയെ കിട്ടുന്നു. ആ ഉടമയുടെ പരിചരണത്തിൽ അവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഒന്നിനൊന്ന് വൈവിധ്യമാർന്ന 12 ആനകൾ, 12 ഗജരാജാക്കന്മാരെയാണ് ശ്രീ ഫോർ എലിഫൻസ് പ്രേക്ഷകർക്കായിട്ട് ഞങ്ങളുടെ നല്ലൊരു നിലവാരമുള്ളൊരു കലണ്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആനപ്രേമികളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ മറ്റു കലണ്ടറുകളെ ഞാൻ ഒരിക്കലും താഴ്ത്തിക്കിട്ടാനോ അവരുമായി താരതമ്യം ചെയ്യാനോ അല്ല തയ്യാറാവുന്നത്. കാരണം ഒരുപാട് ആന ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട്. ആനക്കാർക്കും മറ്റു പലർക്കുമൊക്കെ ഈ ആന മേഖലകൾക്ക് പല സഹായങ്ങളും നൽകുന്ന ഒരുപാട് ആന ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട്. അവർ വർഷാവർഷങ്ങളായി പല കലണ്ടറുകളും ഇറക്കുന്നുമുണ്ട്. എന്നാൽ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ബാനറിൽ ഒരു കലണ്ടർ ഇറക്കുമ്പോൾ അതിന് നിശ്ചയമായും ഒരു വ്യത്യാസമുണ്ടാവണം, അതിന് ചില സവിശേഷതകൾ ഉണ്ടാകണമെന്നൊരു ചിന്ത ഉദിച്ചതിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കലണ്ടറിൽ കാണിച്ചിട്ടുള്ള ഈ QR കോഡ്, ഈ QR കോഡിലേക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ ആനയെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങളും അവയെക്കുറിച്ചുള്ള ഹൈ ക്വാളിറ്റി ഡെഫിനിഷൻ വീഡിയോസിലേക്ക് പ്രേക്ഷകർക്ക് എത്തിച്ചേരാൻ കഴിയും എന്നൊരു സവിശേഷത കൂടി ഈ കലണ്ടറിനുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ആനപ്രേമികൾക്ക് ഒരു പുതുവത്സര സമ്മാനം എന്നുള്ള നിങ്ങൾക്ക് സൂക്ഷിക്കാനും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഒരു പുതുവത്സര സമ്മാനമായി അയച്ചു കൊടുക്കാനുമൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ആണ് ഞങ്ങൾ ഈ ആന കലണ്ടർ വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് ശ്രീ ഫോർ എലിഫൻസ് എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ഈ കലണ്ടർ എല്ലാ രീതിയിലും സഹായകരം ആകണമെന്നൊരു ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ട്. ശ്രീ ഫോർ എലിഫൻസിൻ്റെ ആദ്യം ഈ ഫോർ എലിഫൻ്റ് ആയിരുന്നു, പിന്നീട് ശ്രീ ഫോർ എലിഫൻസ് ആണെങ്കിൽ ഇത്രയും കാലത്തെ ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, പ്രിയപ്പെട്ട കേരളത്തിലെ ആനസ്നേഹികൾ, ഉത്സവപ്രേമികൾ, അവരുടെ എല്ലാം അകമഴിഞ്ഞ പിന്തുണയും നിർലോഭമായ സഹകരണവും ഇത് ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇനിയും അത് തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക.